2018 മഹാപ്രളയത്തിൽ ചേർത്തുപിടിച്ച ആ കുഞ്ഞിനെ വീണ ജോർജ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കണ്ടപ്പോൾ ആ അപൂർവ കൂടിക്കാഴ്ച ഇങ്ങനെ. 2018 മഹാപ്രളയം. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്. അന്ന് ആ കുഞ്ഞിനെ മാറോട് ചേർത്തുപിടിച്ച ഒരു ജനപ്രതിനിധി. വർഷങ്ങൾക്കിപ്പുറം അതേ കുഞ്ഞിനെ വീണ്ടും കണ്ടപ്പോൾ ആ കാഴ്ചയ്ക്ക് സാക്ഷിയായത് മറ്റൊരു ക്യാമറ. ആ ചിത്രം ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നു. ശ്യാമയുടെ ഫേസ്ബുക്കാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇത് 2 കാലഘട്ടങ്ങളുടെ 2 ചിത്രങ്ങളാണ്. ഒന്നാമത്തെ ചിത്രം 2018 മഹാപ്രളയകാലത്തേത്. മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുരുന്നിനെ കരുതലോടെ മാറോട് ചേർത്തുപിടിച്ചിരിക്കുന്ന അന്നത്തെ ആറന്മുള MLA സഖാവ് വീണ ജോർജ്. രണ്ടാമത്തെ ചിത്രം വർഷങ്ങൾക്കിപ്പുറം ഇന്ന് പകർത്തിയത്. കാലം ഒരുപാട് കടന്നുപോയെങ്കിലും ആ കുഞ്ഞിനോടുള്ള കരുതലും വാത്സല്യവും ഒട്ടും മങ്ങിയിട്ടില്ലെന്ന് തോന്നിക്കുന്ന നിമിഷം. എഴിക്കാട് ഉന്നതിയിൽ താമസിക്കുന്ന ഖാദി നൂൽനൂപ്പ് കേന്ദ്രത്തിലെ തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിക്കാനും അവർക്ക് ആശ്വാസം പകരാനുമാണ് വീണ ജോർജ് അവിടെയെത്തിയത്. അവിടെ കണ്ടത് പ്രളയം തകർത്ത ജീവിതങ്ങളായിരുന്നു. ദിവസങ്ങളോളം വീടുകളിൽ കയറിയ വെള്ളം പൂർണ്ണമായും ഇറങ്ങിയത് ഇന്നലെ വൈകിട്ടോടെയാണ്. പാതിരാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പല വീടുകളിലും വെള്ളം ഇരച്ചുകയറിയത്. ഒന്നുമെടുക്കാൻ കഴിയാതെ ധരിച്ചിരുന്ന വസ്ത്രം മാത്രം കൈയിൽ കരുതി രക്ഷപ്പെടേണ്ടി വന്നവർ. ഇതിനിടയിൽ മറ്റൊരു കാഴ്ചയ്ക്കും എഴിക്കാട് സാക്ഷിയായി. DYFI സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വസീഫിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നുമെത്തിയ പ്രവർത്തകർ പത്തനംതിട്ടയിലെ DYFI പ്രവർത്തകർക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. അവർക്കൊപ്പം സഖാവ് വീണ ജോർജും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. എഴിക്കാട് നിന്ന് പത്തനംതിട്ടയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആ പ്രതീക്ഷിത കാഴ്ച. ഒരു പെൺകുട്ടിയെ ലാളിച്ചുകൊണ്ട് നിൽക്കുന്ന വീണ ജോർജ്. അടുത്ത് ആ കുട്ടിയുടെ അമ്മയും മറ്റൊരു കുഞ്ഞും. വാഹനം നിർത്തി അടുത്തേക്ക് ചെന്നപ്പോൾ വീണ ജോർജ് ചോദിച്ചു, "മോളെ, ഈ കുഞ്ഞിനെ മനസ്സിലായോ?" ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിലെ ആ കൊച്ചുകുഞ്ഞിനെ ഓർമ്മയില്ലേ എന്നായിരുന്നു മറുപടി. അന്ന് തന്റെ കൈകളിൽ ചേർത്ത് പിടിച്ച അതേ കുഞ്ഞായിരുന്നു. വർഷങ്ങൾക്കു ശേഷം വീണ്ടും കണ്ടുമുട്ടിയ ആ നിമിഷമാണ് രണ്ടാമത്തെ ചിത്രമായി പകർത്തപ്പെട്ടത്. സംസാരിച്ചതിനു ശേഷം പത്തനംതിട്ടയിലേക്ക് മടങ്ങി. വീണ ജോർജ് അവിടെ നിന്ന് ആറന്മുളയിലേക്ക് പോകുമെന്നും പറഞ്ഞു. ഇന്നവർ MLAയോ മന്ത്രിയോ അല്ല. എന്നിട്ടും ആറന്മുളയെ വീണ്ടും പ്രളയം വിഴുങ്ങിയപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് വീട്ടിലിരിക്കാനായില്ല. ക്യാമ്പുകളിൽ സന്ദർശനം നടത്തിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായും അവർ അവിടെയുണ്ട്. പല ജില്ലകളിൽ നിന്നെത്തിയ DYFI പ്രവർത്തകരും പത്തനംതിട്ടയിലെ പ്രവർത്തകരോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളിൽ തുടരുകയാണ്. സ്ഥാനമാനങ്ങളെക്കാൾ വലുതായി മനുഷ്യനെ കാണുന്ന ചില മനുഷ്യർ, ദുരിതത്തിൽപ്പെട്ട മനുഷ്യർക്കൊപ്പം നിൽക്കുന്നവർ. അവരെ ചിലർ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിളിക്കുന്നു. ഭരണമോ സ്ഥാനമാനങ്ങളോ ഇല്ലാത്തപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മറ്റൊരു മുഖമായി ഈ കാഴ്ചകളെ കാണുന്നവരുമുണ്ട്. 2018 മാറോട് ചേർത്ത കുഞ്ഞ്. വർഷങ്ങൾക്കിപ്പുറം അതേ കരുതലോടെ വീണ്ടും ചേർത്തു നിർത്തിയ നിമിഷം. കാലം മാറിയാലും ചില ബന്ധങ്ങൾ മായില്ല. ചില കരുതലുകൾക്കും പ്രളയത്തിനുപോലും മായ്ക്കാനാകില്ല.